ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. പറയാമ്മ. കൊറേ ആയില്ലേ കൊറേ ആയില്ലേ നമ്മളിവിടെ ഒരു ഗെയിം ഒക്കെ കളിച്ചിട്ട്. അപ്പൊ നമുക്ക് പറ്റിയ ഫാമിലി മെമ്പേഴ്സിനെ ഇവിടെ കിട്ടിയോണ്ട് നമ്മളൊരു ചെറിയ കുട്ടി ടാസ്കിലേക്ക് കടക്കാൻ പോവാണ്. സംഭവം എത്രേ ഉള്ളൂ, ഇവർ കപ്പിളായിട്ടായിരിക്കും ഈ ഗെയിം കളിക്കുന്നത്. ഇപ്പൊ ആദ്യം നമ്മുടെ രാജേഷും ചിന്നു ആണ് ഗെയിം കളിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോളിൽ ഒരു മൃഗത്തിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും. ആ മൃഗം ഏതാണെന്നുള്ളത് കപ്പിളിൽ ഒരാൾ ഐഡന്റിഫൈ ചെയ്യണം. മറ്റേ വ്യക്തി അതിന്റെ സൗണ്ട്, അത് കരയുന്ന ശബ്ദം എങ്ങനെയാണോ അതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. സപ്പോസ് ഇപ്പൊ പൂച്ചയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോ അടുത്ത പാർട്ട്ണർ അങ്ങനെയല്ലേ പൂച്ച. ഇതേത് പൂച്ച? എന്റെ വീട്ടിലെ പൂച്ച എങ്ങനെ അല്ലല്ല, എന്നാലും ഷാപ്പിലാണെങ്കിലും എവിടത്തെ ആണെങ്കിലും പൂച്ചയാണെന്നുള്ള മനസ്സിലായല്ലോ. ഇവര് തമ്മിലുള്ള ഒരു ടാസ്ക് ആയിരിക്കും. നമുക്ക് ആദ്യം ഇന്ത്യയിലേക്ക് പോവാം. രാജേഷിനും ചിന്നുനും വായോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചേർന്ന് നിന്നോ, നമ്മൾ റെഡിയാണ്. ആദ്യത്തെ പിക്ചർ കാണാം. രാജേഷിന്റെ സ്വന്തം ചിന്നുവിന് വേണ്ടിയുള്ള ആദ്യത്തെ ഫോട്ടോ വന്നിരിക്കുകയാണ്. ഇനി കമോൺ, ആദ്യം ഒരു സൗണ്ട്. എന്താ ചിന്നു, അത് മനസ്സിലായോ? കാണ്ടാമൃഗാണോ നിന്റെ? എന്നാ ഒന്നും കൂടെ ഒന്ന് കേൾപ്പിച്ചു നോക്കി. എല്ലാരും സൈലന്റ് ആയിരിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മെമ്പറാ. ഇതിന്ന് ചിന്നുന് എന്തെങ്കിലും ഗസ് വർക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. ഞാനൊരു ക്ലൂ കൊടുത്താ അവള് പറയും. ശരി, എന്നാ ക്ലൂ? ചിന്നോ, ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നില്ലേ, അതന്നെ. കേക്കണം. ചിന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന എന്താണ്? അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൃഗത്തിന്റെ പേരാണ് വിളിക്കുന്ന, വേറെ കാര്യങ്ങൾ പറയുന്നത്. പറ കേക്കട്ടെ. കഴുത, പിന്നെ ക്ലോസ് മങ്കി. കാട്ടിലുള്ള മൃഗാണോ? അല്ല, വീട്ടില്. അതായത് ഇതിന്റെ ഒന്നും കാതിൽ ഓതിട്ട് ഒരു കാര്യം ഇല്ലെന്നീ. എന്താ ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞ മനസ്സിലായില്ലേ പോത്തെ? നിനക്കൊന്നും ആലോചിച്ച് നോക്ക് എന്നാന്ന്. അതാ പോത്ത്. ശരി, അപ്പൊ ഇനി അടുത്ത ചിന്നുന് നമുക്കൊരു ചാൻസ് കൊടുത്തു നോക്കാം അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ. ഏകദേശം എന്നായിരിക്കും ഇതിനൊരു സൗണ്ട് വരാൻ ചാൻസ്? എങ്ങനെ പന്നിയോ? പന്നിയായിട്ട് കുറച്ചുകൂടെ ഒരു സാമ്യമുള്ള ഒരു ഇതാണ്. ചിന്നു. കാണാനല്ല, ആ പേരുമായിട്ട് ഏകദേശം സാമ്യമുള്ള. പന്നിയുടെ ഒരു മലയാളത്തിൽ നോക്കിയാ കിട്ടും. മലയാളത്തിൽ എല്ലാത്തിനും ഞാൻ വേണ്ടി വന്നല്ലോ. മുള്ളുണ്ട്, പന്നി, മുള്ളം പന്നി, ഇതാരാലും പറയും. സൂപ്പർ. അങ്ങനെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫിൻലൻഡുകാരെ അങ്ങ് ഇറക്കാം. സൗണ്ട് ഉണ്ടാക്കാൻ റെഡിയാണോ? ശരി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമുക്ക് ആദ്യത്തെ ഫോട്ടോ കാണാം. ആദ്യത്തെ ഫോട്ടോ വന്നിരിക്കുകയാണ്. ഇച്ചായ കമോൺ. ഞാൻ പെട്ടു. അത് വീട്ടിൽ പട്ടിയാണോ? അല്ല, അതിന്റെ എന്തെങ്കിലും ഗസ് ചെയ്തിട്ട് ഉത്തരം പറയട്ടെ. കുറച്ച് പട്ടി എന്നുള്ളത് ഗസ് ചെയ്തിട്ടുണ്ട്. കാട്ടിലുള്ള എന്തേലാണോ? അതെ അതെ അതെ. കൊരങ്ങൻ അല്ല. അല്ല, അതിന്റെ വകഭേദമാണ്. മരപ്പെട്ടി. കൊരങ്ങന്റെ വേറെ ആളാന്ന് പറഞ്ഞാലാണ് മരപ്പട്ടി എന്ന് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു കാറ്റ് ഫാമിലിയും മങ്കി ഫാമിലിയും കൂടെ ഒന്നിക്കുന്നത് ഞാൻ കാണുന്നത്. തായ്ലൻഡിലുണ്ട്. തായ്ലൻഡിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്, വളരെ പോപ്പുലർ ആണ് ഈ അനിമൽ. അവിടെ പോകുന്നവരൊക്കെ ഇതിനെ പോയി കാണാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. കൊരങ്ങനാണോ? മങ്കി? മങ്കിയുടെ ആരാ? ഒന്ന് ഓർത്തേ. ഓന്ത് അല്ലേ? ഓർത്തേന്നേ. പൊന്നെ ഓറാങ്കുട്ടൻ. ഇത്രയൊക്കെ നമ്മള് പറഞ്ഞിട്ടേ. പക്ഷെ ആക്ച്വലി നന്നായിട്ടാട്ടോ പ്രിൻസ് അത് എക്സിക്യൂട്ട് ചെയ്തത്. നന്നായിട്ടാ. ഗുഡ് വൺ. ഓക്കെ, ഇനി തിരിച്ച് വാ. ലാസ്റ്റ് വൺ ആണേ. Oh, so cute. It's the cutest one I've ever met. Hello. ഒരു പാട്ട് പാടിയാ മതി, ചിലപ്പം പിടിക്കും. വേറെ ആർക്കെങ്കിലും ഇതിന്റെ സൗണ്ട് കൊടുക്കാൻ പറ്റും? ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് സൗണ്ട് അല്ല, പക്ഷെ അതിന്റെ ഒരു സോഫ്റ്റ് വേർഷൻ ഒക്കെ ആയിരിക്കാം. ആദ്യമായിട്ട് ശ്വേത ചേച്ചി വേണമെങ്കിൽ ട്രൈ. അത് ഇത് ചേച്ചി 407 ചേച്ചി, അത് 407 ലോറി. കഴുതയാണോ? No. അതിന്റെ ഏറെക്കുറെ സൗണ്ട് അങ്ങനെയല്ലേ? സൗണ്ട് ഇല്ലേ? അല്ലല്ല, ചിരിക്കുന്നില്ല. ഒരു ഇങ്ങനെ ചുമടി പോകുമ്പോ, എക്സ്പ്ലെയിൻ ചെയ്യുന്നേ. അത് ഈ ചുമടി ഒന്ന് പോകുമ്പോഴേ അതിന് സൗണ്ട് വരുമല്ലോ. ചേട്ടൻ ഫിൻലാൻഡിലെ സൂലാണോ? എല്ലാ സൗണ്ട് പറയാ. അല്ല, പക്ഷെ എന്തായാലും അടിപൊളി. ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഫിൻലാൻഡ് കപ്പ് കൊണ്ടുപോയി. അയ്യോ, നമ്മൾ വേറൊരു രാജ്യത്തിന് വേണ്ടി കൈയടിക്കണോ? കുഴപ്പമില്ല, അവർ മലയാളീസ് ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.